ഹലോ, വെൽക്കം ടു കോഡ് ക്ലാസ്സസ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മളെ പ്ലാൻ കിങ്ഡത്തിലെ ടെറിഡോഫൈറ്റിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ മക്കളെ. നമ്മൾ ആൽഗെ കഴിഞ്ഞു, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്സ്, അവരുടെ ക്ലാസിഫിക്കേഷൻസും അവരുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ മക്കളെ. അപ്പോൾ അത് നല്ല രീതിയിൽ പഠിക്കണം, കാരണം അത് അവിടെ നിന്നാണ് ബേസിക്കലി ഇങ്ങനെ തുടങ്ങിയിട്ടാണ് വരുന്നത്. ആൽഗേന്ന് അടുത്ത ലെവലായി ബ്രയോഫൈറ്റ്, പിന്നെ ടെറിഡോഫൈറ്റ്, പിന്നീട് നമുക്ക് അടുത്ത ഒരു ലെവലിനാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ സെഷനിൽ നമ്മൾ ബാക്കി രണ്ട് ലെവലും കൂടി നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ എന്തായിരിക്കും മക്കളെ അടുത്തത് ആഫ്റ്റർ ടെറിഡോഫൈറ്റ് കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും വി നോ ദാറ്റ് ടെറിഡോഫൈറ്റ് എന്നാണ് ഫസ്റ്റ് ലാൻഡ് പ്ലാന്റ്സ് നമ്മൾ പറയുന്നുണ്ട് അല്ലെ മക്കളെ. സോ അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞാൽ ആയിരിക്കും വി ഹാവ് ജിംനോസ്പേംസ്. അതെ മക്കളെ, ജിംനോസ്പേംസ് ആണ്, നോൺ ഫ്ലവറിംഗ് ആണ് ജിംനോസ്പേം അല്ലെ. നേക്കഡ് സീഡ്സ് ഉള്ള നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സിനാണ് നമ്മൾ ജിംനോസ്പേംസ് എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം സൈക്കസ്, പൈനസ്, ഈന്ത്, അതിനൊക്കെ മരം നമുക്കറിയില്ലേ, ഈന്ത് മരം ഒക്കെ. സോ അതിനൊക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. സോ നമുക്ക് എന്തായാലും കോൺസെപ്റ്റ്സിലേക്ക് കടക്കാൻ പോകണം നമ്മള്. സോ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് വാട്ട് ജിംനോസ്പേംസ്. കണ്ടോ, നമ്മൾ ജിംനോസ്പേമിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഹാവിംഗ് വാട്ട് നേക്കഡ് സീഡ്സ് ഉണ്ട്. അതേപോലെ തന്നെ നോൺ ഫ്ലവറിംഗ് ആണ്, അവര് ഫ്ലവർ ബിയർ ചെയ്യില്ല. സോ ഇത്രയും ഫീച്ചേഴ്സ് ആണ് മെയിൻ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വെക്കേണ്ടത് അബൌട്ട് ജിംനോസ്പേം എന്നാണ് പറയുന്നത്. നേക്കഡ് സീഡ് ബിയറിംഗ് ആണ് ജിംനോന്റെ അർത്ഥം വരുന്നത്. നേക്കഡ് സീഡ് ബിയറിംഗ് ആണ് ജിംനോസ്പേമിന്റെ അർത്ഥം വരുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ഇത്രയും കോൺസെപ്റ്റ്സ് ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ, റെഡി അല്ലേ? അപ്പോ ഇതാണ് നമ്മുടെ ജിംനോസ്പേം. ഇനി നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കും. എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ്, എങ്ങനെയാണ് മറ്റുള്ള ക്ലാസ്സിൽ നിന്ന് ഡിഫറെന്റ് ആവുന്നത് ജിംനോസ്പേം, ഈ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ, ദേ ആർ സീഡ് ബിയറിംഗ് പ്ലാന്റ്സ് അല്ലെ. ദേ ആർ സീഡ് ബിയറിംഗ് പ്ലാന്റ്സ് ആണ്, നേക്കഡ് സീഡ്സ് എന്നേ ഉള്ളൂ. ദ ഒവ്യൂൾസ് ആർ, നോക്ക്, the ovules are not enclosed in an ovary, so no fruits. Ovules are എന്താണ് മക്കളെ? Ovules are not enclosed in where? In an ovary. Ovules എന്താണ് മക്കളെ? എൻക്ലോസ് ചെയ്യുന്നില്ല ഓവറിയിലേക്ക്. ഓവ്യൂൾസ് എൻക്ലോസ്ഡ് അല്ല, അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ? നോ ഫ്രൂട്ട്സ് ആണ്. സോ എന്താണ്? നോ ഫ്രൂട്ട്, അവിടെ ഫ്രൂട്ട് ഉണ്ടാവുന്നില്ല. കോൺസെപ്റ്റ് ക്ലിയർ ആണോ മക്കളെ? അവിടെ എന്തുണ്ടാവുന്നില്ല? ഫ്രൂട്ട് ഉണ്ടാവുന്നില്ല. ക്ലിയർ? സോ ഇനി ശ്രദ്ധിച്ചോ, ദേ ആർ സീഡ് ബിയറിംഗ് നമ്മൾ പറഞ്ഞു. ഇനി ശ്രദ്ധിക്ക്, നേക്കഡ് സീഡ്സ് ആണ് അവിടെ നമ്മൾ പറയേണ്ടത്. ഓക്കെ, സോ ടോളസ് ജിംനോസ്പേം എന്താണ്? സെക്വയ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. അത് എന്താണ്? റെഡ് വുഡ് ട്രീ ആണ് സെക്വയ എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾ ഒരു എന്താ പറയാ കോമ്പറ്റീവ് ലെവൽ എക്സാമിനേഷന് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. സോ ലോങ്സ്റ്റ് ജിംനോസ്പേം ആരാ മക്കളെ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? സെക്വയ അല്ലെങ്കിൽ റെഡ് വുഡ് ട്രീ. ആ സെക്വയ എന്നാണ് ആൻസേഴ്സിൽ ഉണ്ടാവുക കേട്ടോ. ഈ പേര് നിങ്ങൾ ഓർത്ത് വെക്കണം. ക്ലിയർ? അപ്പൊ നമ്മൾ ജിംനോസ്പേമിനെ കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ഐഡിയ. ദേ ഡോണ്ട് ഹാവ് ഫ്ലവേഴ്സ്. ഏറ്റവും വലിയ നമ്മൾ ഒരു ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അവർക്ക് മെയിൻ ആയിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവില്ല. നമ്മൾ എന്താ പറയുക, നമ്മുടെ പൈനസ്, സൈക്കസ് ഇങ്ങനെയുള്ള മരങ്ങൾ ഉണ്ടാവില്ലേ, ഈന്ത് മരം ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, അതിനൊക്കെ ഫ്ലവേഴ്സ് ഉണ്ടാവില്ല. സോ ബിക്കോസ് അതിന് ഏറ്റവും വലിയ റീസൺ ഫ്രൂട്ട് ഉണ്ടാവുന്നില്ല, കാരണം ഒവ്യൂൾസ് ആർ നോട്ട് എൻക്ലോസ്ഡ് ഇൻ എവിടെ? ഓവറിയിൽ ഒവ്യൂൾസ് എൻക്ലോസ്ഡ് അല്ല. കോൺസെപ്റ്റ് പിടി കിട്ടിയോ? സിമ്പിൾ അല്ലേ? റെഡി. നോക്ക്, പ്ലാൻ ബോഡി എന്താണ്? ഡിഫറൻഷിയേറ്റഡ് ഇൻടു, എങ്ങനെയാണ് സാധാരണ നമ്മുടെ പ്ലാൻ ബോഡി എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തത്? ഇതൊരു പ്ലാന്റ് തന്നെയാണ്. നമ്മൾ പ്ലാന്റ് ആയിട്ട് അത് എന്താ പറയാ, ലീഫ് ലൈക്കോ റൂട്ട് ലൈക്കോ ഒന്നുമല്ല, ജസ്റ്റ് എ പ്ലാന്റ് വിച്ച് ഈസ് ഹാവിംഗ് വാട്ട്? ഒരു പ്ലാന്റ് എന്താ ഉള്ളത്? പ്ലാന്റ് ഈസ് ഹാവിംഗ് വാട്ട് ആർ തിങ്സ്? എന്തൊക്കെയാ ഉള്ളത് മക്കളെ? ദേ ഹാവ് എന്താണ്? റൂട്ട് ഉണ്ടാവും, സ്റ്റെം ഉണ്ടാവും, അതേപോലെ തന്നെ ലീഫും ഉണ്ടാവും. അപ്പോ എന്താണ്? നോർമൽ ആയിട്ടുള്ള പ്ലാൻ ക്യാരക്ടേഴ്സ് ഉണ്ട് ഇവിടെ. സോ എന്താണ്? there is no ലൈക്ക് എന്ന് പറഞ്ഞ സംഭവങ്ങൾ ഇവിടെ ഇല്ല. അതായത് റൂട്ട് ലൈക്കോ അല്ലെങ്കിൽ ലീഫ് ലൈക്കോ അങ്ങനെ ഇല്ല. നമുക്ക് ക്ലിയർ ആയിട്ട് റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ്, ഫ്ലവർ മാത്രം ഇവിടെ ഉണ്ടാവുന്നില്ല. ഓക്കെ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് പിടികിട്ടിയോ? സോ പ്ലാൻ ബോഡീസ് ഡിഫറൻഷിയേറ്റഡ് ടു എന്താണ്? റൂട്ട്, സ്റ്റെം ആൻഡ് ലീവ്സ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? കോൺസെപ്റ്റ്സ് ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ മക്കളെ? ഇതിൽ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? റെഡി.
ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ അതിന്റെ റൂട്ടിന്റെ കേസിൽ പറയുകയാണെങ്കിൽ റൂട്ട്സ് ആർ എന്താണ്, എന്ത് ടൈപ്പ് ഓഫ് റൂട്ട് ആണ്? ടാപ്പ് റൂട്ട് ആണ്, ടാപ്പ് റൂട്ട് ആണ്. സോ ഓൾസോ ഹാവിങ് അസോസിയേഷൻ വിത്ത് എന്താണ്? ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് പൈനസിന്റെ റൂട്ട്സ് വിത്ത് മൈക്കോറൈസ. പൈനസ് റൂട്ട് വിത്ത് മൈക്കോറൈസ. പൈനസിന്റെ റൂട്ട് മൈക്കോറൈസൽ അസോസിയേഷൻ ആണ് അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, പൈനസിന്റെ റൂട്ടും അതേപോലെ തന്നെ മൈക്കോറൈസയും കൂടി ഉണ്ടാകുന്ന ഒരു അസോസിയേഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട്. അതാണ് റൂട്ട്സിന്റെ കേസിലാണ് പറയുന്നത്. അതേപോലെ തന്നെ സൈക്കസിന്റെ കേസിലാണെങ്കിൽ സൈനോബാക്ടീരിയ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയസ് നമുക്ക് പറയാം അല്ലെ മക്കളെ? സോ എന്താണ്? സൈക്കസ് റൂട്ട് ഈസ് ഹാവിംഗ് അസോസിയേഷൻ വിത്ത് എന്തുമായിട്ടാണ് അസോസിയേഷൻ കാണിക്കുന്നത്? സൈക്കസിന്റെ റൂട്ട് അസോസിയേഷൻ ഇസ് വിത്ത് സയനോബാക്ടീരിയ. അതായത് സയനോബാക്ടീരിയ എന്ന് പറയുമ്പോൾ നൈട്രജൻ ഫിക്സിംഗ് മൈക്രോബ്സ്. ആരാണ് മക്കളെ? നൈട്രജൻ ഫിക്സിംഗ് മൈക്രോബ്സ് ആയിട്ടാണ് ഹാവിംഗ് കണക്ഷൻ വിത്ത് നൈട്രജൻ ഫിക്സിംഗ് മൈക്രോബ്സ്. നമ്മുടെ സയനോബാക്ടീരിയന്റെ കേസിൽ പറയുന്ന പോലെ അതില് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ആരുള്ളത്? നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയന്റെ എക്സാമ്പിൾ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ മക്കളെ? നോസ്റ്റോക്ക് അനബന്ന നമുക്ക് പറയാം. നോസ്റ്റോക്ക് അനബന്ന. ഓക്കെ, ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? അപ്പൊ നമ്മൾ റൂട്ടിന്റെ കേസിൽ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കി. അതായത് റൂട്ടിൽ ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സൈക്കസിന്റെയും പൈനസിന്റെയും കേസിലാണ്. പൈനസ് ഇസ് ഹാവിംഗ് അസോസിയേഷൻ വിത്ത് ആരാണ്? മൈക്കോറൈസ. ക്ലിയർ? ഇനി സൈക്കസിന് ഇതിന്റെയൊക്കെ റൂട്ടിന്റെ കേസാണ് നമ്മളിപ്പോ പറയുന്നത്. സൈക്കസിന്റെ റൂട്ട് ഇസ് ഹാവിംഗ് അസോസിയേഷൻ വിത്ത് വാട്ട്? സയനോബാക്ടീരിയ. അതായത് നൈട്രജൻ ഫിക്സിംഗ് മൈക്രോബ്സ് ആയിട്ടുള്ള ആരൊക്കെയാണ്? നോസ്റ്റോക്ക് അനബന്ന ഒക്കെ നമ്മൾ പറയുന്ന പോലെ. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? സിമ്പിൾ അല്ലേ? ഇതാണ് നമ്മുടെ ജിംനോസ്പെർമിന്റെ കേസിന്റെ റൂട്ട്സിനെ കുറിച്ച് പറയുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആളുകളാണ് ഇവരൊക്കെ. ക്ലിയർ? ഇത് NCERT ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് പഠിച്ചു തന്നെ പോകണം. ക്ലിയർ അല്ലേ മക്കളെ? റെഡി? ഇനി ശ്രദ്ധിച്ചോ. സ്റ്റെം ക്യാൻ ബി ബ്രാഞ്ച്ഡ് ഓർ അൺബ്രാഞ്ച്ഡ്. സ്റ്റെമ്മിന് എന്താവാം? ബ്രാഞ്ച്ഡ് ആയിട്ടുണ്ടാവാം, അൺബ്രാഞ്ച്ഡ് ആവാം. എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം അത്രയും ഡൈവേഴ്സ് ആണ്. ജിംനോസ്പെർമിന്റെ കേസ് ആയിക്കോട്ടെ, ഇത് ഡൈവേഴ്സ് തന്നെയാണ്. അപ്പൊ ഇപ്പൊ നീറ്റത്തിന്റെ ഒക്കെ കേസിലാണെങ്കിൽ അതിന്റെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്. പൈനസിന്റെ കേസിൽ നിങ്ങൾക്ക് ബ്രാഞ്ചസ് കാണാൻ പറ്റുമോ? ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആയിട്ടല്ലേ പോകുന്നത്. പിന്നീട് ടോപ്പ് മോസ്റ്റ് ലെയർ എന്നാണ് അതിങ്ങനെ സ്ട്രക്ചർ ആയിട്ട് എന്താ പറയാ ലീവ്സ് ആയിട്ട് പെഡിക്കുലർ ആയിട്ട് കണക്ട് ആയിട്ട് ഇങ്ങനെ പോകുന്നത്. അല്ലാതെ ഇങ്ങനെ സൈഡിൽ നിന്ന് ബ്രാഞ്ചസ് ആയിട്ട് ഇങ്ങനെ വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ അതേ കേസ് തന്നെയാണ് നമ്മുടെ ഈ ജിംനോസ്പെർമിന്റെ കേസും. അതുകൊണ്ടാണ് അത് സ്റ്റെം ക്യാൻ ബി എന്താണ് മക്കളെ? സംടൈംസ് ബ്രാഞ്ച്ഡ് ഓർ അൺബ്രാഞ്ച്ഡ് എന്ന് പറയാൻ കാരണം. ക്ലിയർലി കോൺസെപ്റ്റ്? സോ സ്റ്റെം ക്യാൻ ബി വാട്ട്? ബ്രാഞ്ച്ഡ് ഓർ അൺബ്രാഞ്ച്ഡ്. ക്ലിയർലി കോൺസെപ്റ്റ്? സെറ്റ് അല്ലേ? ശ്രദ്ധിച്ചോ. ലീഫിന്റെ കേസിലാണെങ്കിൽ മക്കളെ ലീവ്സ് ആർ സിമ്പിൾ അല്ലെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കണം, നീഡിൽ ലൈക്ക് ആണ്. നിങ്ങൾ നീഡിൽ ലൈക്ക് ഇങ്ങനെ കാണാൻ പറ്റും നിങ്ങൾക്ക്, ഇങ്ങനെ കുറെ ലൈക്ക് നീഡിൽസ് പോലെ. നമ്മൾ ആദ്യം വിചാരിക്കും കോക്കനട്ടിന്റെ ഓലക്കണി പോലെ ഉണ്ടാവുന്നത്, പക്ഷെ അങ്ങനെയല്ല. ഇങ്ങനെ നീഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പൈനസിലൊക്കെ നിങ്ങൾക്ക് കാണാം. സൈക്കസ് ഇങ്ങനെ നീഡിലായിട്ട് കാണാം. ഭയങ്കര ഷാർപ്പായിട്ടിരിക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിൽ ജിംനോസ്പെർമിന്റെ ഒരു ബുക്കൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അപ്പൊ അതിലൊക്കെ നിങ്ങൾക്ക് ഫോളോസ്പെറിന്റെ കാര്യങ്ങളും പൈനസിന്റെ ഫോളോസ്പെറും അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടാവും. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഇതിന്റെ ലീഫിന്റെ സ്ട്രക്ചർ പറയുമ്പോൾ ഇറ്റ് മേ ബി സിമ്പിൾ ഓർ നീഡിൽ ലൈക്ക് ലീവ്സ് ഉണ്ടാവും. ആൻഡ് ഓൾസോ ലീവ്സ് ഷോ സീറോഫൈറ്റിക് അഡാപ്റ്റേഷൻ. സീറോഫൈറ്റിക് അഡാപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? ഡെസേർട്ട് കണ്ടീഷൻസ്, അതായത് നല്ല ഹോട്ട് ഹ്യൂമിഡ് കണ്ടീഷൻസിന് അതിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ലീഫിലൊക്കെ അങ്ങനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ അതിന് മെയിൻ ആയിട്ട് പറയുന്നത് പറയുമ്പോൾ ഈ ചൂടൊക്കെ ക്ലൈമറ്റ് ഒക്കെ കൂടുമ്പോൾ എന്താണ് മെയിൻ നടക്കുക? വാട്ടർ ലോസ് നടക്കും അല്ലെ? ചൂട് കാലത്ത് ആകുമ്പോൾ പ്ലാന്റ്സിന് വാട്ടർ ലോസ് ലീഫിലൂടെ പോകും. പക്ഷേ ഇവിടെ ഈ സീറോഫൈറ്റിക് അഡാപ്റ്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് വാട്ടർ ലോസ് മിനിമൽ ആയിരിക്കും, കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇറ്റ് റെഡ്യൂസസ്. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് റെഗുലേറ്റ് ചെയ്യാനുള്ള ആളുകൾ തന്നെയാണ് ഇവര്. ആൻഡ് ഓൾസോ ഒരു ക്യൂട്ടിക്കൽ ലെയറും ഉണ്ട് പുറത്ത്, എക്സ്ട്രാ ഒരു ക്യൂട്ടിക്കൽ ലെയർ ഉണ്ട്. സിലിക്കൈൻ ഡെപ്പോസിറ്റ്സ് ഉണ്ടാവും ചിലതില്, പക്ഷെ ചിലതിൽ ഉണ്ടാവുന്നില്ല. ആൻഡ് വിൽ ബി ഹാർഡ്, തിക്ക് ആയിരിക്കും കമ്പാരിറ്റീവ്ലി. അത് തിക്കാണ്. ഓക്കെ, തിക്കാണ്. ലെസ് വാട്ടർ ലോസ്, ഹ്യൂമിഡ് കണ്ടീഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു കേസ് ലീഫിന്റെ കേസിൽ നിങ്ങൾ പഠിക്കേണ്ടത്. മക്കളെ കോൺസെപ്റ്റ് സിമ്പിൾ അല്ലേ? ക്ലിയർ അല്ലേ?
റെഡി അല്ലേ? ഇതിൽ പ്രത്യേകിച്ച് ഡൗട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. റെഡി? ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത പാർട്ടിൽ മൂവ് ചെയ്താലോ. ശ്രദ്ധിച്ചോ, ജിംനോസ്പേം ആർ, ഇനി അതിന്റെ റീപ്രൊഡക്ഷൻ അങ്ങനത്തെ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ പോവാണ്. ജിംനോസ്പേംസ് ആർ ഹെട്രോസ്പോറസ് ആൻഡ് പ്രൊഡ്യൂസ് മൈക്രോസ്പോർസ് ആസ് വെൽ ആസ് മെഗാസ്പോർസ്. അതായത് നമ്മുടെ ജിംനോസ്പേം എന്താണ്? ജിംനോസ്പേം ഹെട്രോസ്പോറസ് ആണ്. ഹെട്രോസ്പോറസ് എന്ന് പറയുമ്പോൾ എന്താണ്? should be having microspores and megaspores. Clear? മൈക്രോസ്പോർസ് ഉണ്ടാവും, അതിന് മെഗാസ്പോർസ് നിങ്ങളുടെ കാണാൻ പറ്റും. which they produce മൈക്രോസ്പോർസ് ഉണ്ടാവും, അതേപോലെ തന്നെ മെഗാസ്പോർസും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ മക്കളെ? റെഡി? they form male cone and female cone. ഇവിടെ കണ്ടോ, മെയിൽ കോൺ എന്നാണ് ഇവിടെ പറയാ. ഇവിടെ ജിംനോസ്പേമിന്റെ കേസിൽ ശ്രദ്ധിച്ചോ, ജിംനോസ്പേമിന്റെ കേസിൽ നമ്മൾ എന്താ പറയാ? they form, എന്താണ് ഈ ഹെട്രോസ്പോർസിന്റെ സ്പോർ ഫോം ചെയ്യുന്നത് എന്തിലേക്ക് ആയിട്ടാണ്? കോൺസ് ആയിട്ടാണ്. അപ്പോ കോൺസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോ, മെയിൽ കോണും ഉണ്ട്, ഫീമെയിൽ കോണും ഉണ്ട്. ശ്രദ്ധിക്കണേ, മെയിൽ കോണും ഉണ്ട്, ഫീമെയിൽ കോണും ഉണ്ട്. നിങ്ങൾക്ക് കോണിന്റെ സ്ട്രക്ചർ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ സ്മോൾ സ്ട്രക്ചർ ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഊട്ടിയിലൊക്കെ പോലെ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഇതിന്റെ കാണാം. ഈ പൈനസിന്റെയും സൈക്കസിന്റെ ഒക്കെ കോൺസ് ഇങ്ങനെ കാണാൻ പറ്റും. ഈ ഒരു സ്ട്രക്ചറിലായിട്ട് നിങ്ങൾക്ക് അതിന്റെ കോൺസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കാണാം. നിങ്ങൾ ഇങ്ങനെയുള്ള സ്ട്രക്ചർ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ സ്ട്രക്ചർ ആയിട്ടാണ് അത് ഉണ്ടാവുക മെയിൻ ആയിട്ട്. ഓക്കെ, ഈ സ്ട്രക്ചർ ആയിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. റെഡി? ഇനി നോക്ക്, ബോത്ത് കോൺസ് ക്യാൻ ഒക്കർ ഓൺ സം പ്ലാന്റ് ഓർ ഡിഫറെന്റ്. അതായത് ഒരു പ്ലാന്റ് തന്നെ രണ്ട് കോൺസ് ആയിട്ട് കാണാം, മെയിലും ഫീമെയിൽ ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ ചിലതിൽ അങ്ങനെ കാണാനും പറ്റില്ല. സിംഗിൾ ആയിട്ട് മെയിൽ മാത്രമാണ് മെയിൽ മാത്രം ഉണ്ടോ, ഫീമെയിൽ മാത്രമാണ് ഫീമെയിൽ മാത്രമായിട്ടുണ്ടോ. അപ്പൊ അങ്ങനെയുള്ള ജിംനോസ്പേമിന്റെ കേസ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതും ഒരു ജിംനോസ്പേമിന്റെ ഒരു ഫീച്ചർ തന്നെയാണ്. സോ ഫോർമേഷൻ ഓഫ് എന്താണ്? കോൺസ്, അതായത് മെയിൽ കോണുണ്ട്, ഫീമെയിൽ കോണുണ്ട്. ക്ലിയർ? സിമ്പിൾ ആണ് ജിംനോസ്പേം. ഫെർട്ടിലൈസേഷൻ റിസൾട്ട് ഇൻ എന്താണ്? സൈഗോട്ട് ആൻഡ് എംബ്രിയോ ഡെവലപ്മെന്റ്. സാധാ രീതിയിലെ ഫെർട്ടിലൈസേഷൻ തന്നെയാണ്, നോർമൽ ടൈപ്പ് ഫെർട്ടിലൈസേഷൻ ആണ്. അതായത് ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ, ഫ്യൂഷൻ നടക്കുമ്പോൾ എന്തായി ഡെവലപ്പ് ചെയ്യും? സൈഗോട്ട്, പിന്നീട് എംബ്രിയോ ആയിട്ട് മാറും. അപ്പോൾ നോർമൽ ഡെവലപ്മെന്റ് ആണ്. പിന്നീട് സ്റ്റേജ് ആയിട്ട് പിന്നീട് ന്യൂ കോൺ ആയിട്ട് മാറി, അങ്ങനെ പുതിയ സ്റ്റേജ് ആയിട്ട് സെയിം സിമിലർ, ബട്ട് ഇറ്റ് ടേക്സ് എന്താണ്? ടൈം എടുക്കും മക്കളെ. ഇറ്റ് ടേക്സ് എന്താ പറയുക, ഒരു 10 to 12 years എടുക്കും അതിന്റെ ഓരോരോ സൈക്ലിക് സ്റ്റേജ് ഇങ്ങനെ കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് മാത്രമാണ് ജിംനോസ്പേമിന്റെ ഒരു കേസിൽ ഒരു എന്താ പറയുക, നമ്മൾ ടൈം കൺസ്യൂമിംഗ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇത് നല്ല മെഡിസിൻ ആയിട്ടുള്ള ബെനിഫിഷ്യൽ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഇതിന്റെ എന്താ പറയുക കിട്ടുമൊക്കെ, കായൊക്കെ നമുക്ക് അങ്ങനെ കിട്ടാറുണ്ട്. അപ്പോ ഇത്രയും കേസുകളാണ് നിങ്ങൾ ജിംനോസ്പേമിന്റെ ഇതിൽ പഠിക്കാനുള്ളത്. ക്ലിയർ അല്ലേ? ഇപ്പൊ ജിംനോസ്പേം ഇതൊന്നും ഇങ്ങനെ പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. ഫെർട്ടിലൈസേഷൻ റിസൾട്ടിന് എന്താണ്? സൈഗോട്ട് ആൻഡ് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് പുതിയ സ്റ്റേജിൽ അത് ഫോർമേഷൻ നടക്കുന്നുണ്ട്. സിമ്പിൾ ആണ്. ക്ലിയർ? ഇതാണ് എക്സാമ്പിൾസിന്റെ കേസിൽ നമുക്ക് വരുന്നതിന് മുമ്പേ ഒവ്യൂൾസ് ഫ്രം സീഡ്സ്. അതായത് ഒവ്യൂൾസ് ഫോം എന്താണ്? ഒവ്യൂൾസ് എന്താണ്? സീഡ് ആയിട്ടാണ് മാറുന്നത്. ഒവ്യൂൾസ് എന്താണ് ജിംനോസ്പേമിന്റെ കേസിൽ വരുന്നത്? ഒവ്യൂൾസ് സീഡ് ആയിട്ടാണ് മക്കളെ വരുന്നത്. സീഡ് ആയിട്ടാണ് ഒവ്യൂൾസ് വരുന്നത്. ഒവ്യൂൾസ് ഇസ് ഫോമിങ് ആസ് എന്താണ്? സീഡ് ആയിട്ട്. ഒവ്യൂൾസ് സീഡ് ആയിട്ടാണ് മാറുന്നത്. ഒവ്യൂൾസ് നമ്മുടെ ഒവ്യൂള് നേരെ സീഡ് ആയിട്ടാണ് മാറുന്നത്. റെഡി? ജിംനോസ്പേം ഷോ ഡിപ്ലോട്ടിക് ലൈഫ് സൈക്കിൾ. നിങ്ങൾക്ക് ലൈഫ് സൈക്കിൾ സിലബസിൽ പഠിക്കാനില്ല, പക്ഷെ എന്നാൽ നിങ്ങൾ അറിഞ്ഞു വെക്കണം. ജിംനോസ്പേംസ് കാണിക്കുന്നത് എന്താണ് മക്കളെ? ഡിപ്ലോട്ടിക് ആയിട്ടുള്ള ലൈഫ് സൈക്കിൾ ആണ്. 2n ലൈഫ് സൈക്കിൾ എന്ന രീതിയിൽ നമുക്ക് പറയണ്ടേ. ഹാപ്ലോയിഡും ഡിപ്ലോയിഡും രണ്ടും നടക്കുന്നതുകൊണ്ട് പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് ഡിപ്ലോണിക് ലൈഫ് സൈക്കിൾ ആണ് നടക്കുന്നത്. ദേ ഷോ alternation ഓഫ് ജനറേഷൻ. വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് പോയിന്റ്. alternation ഓഫ് ജനറേഷൻ നീറ്റിന് ചോദിച്ച ചോദ്യമാണ്. alternation ഓഫ് ജനറേഷൻ കാണിക്കുന്നത് ഏത് പ്ലാന്റ് കിങ്ഡത്തിലെ ക്ലാസ് ആണ് മക്കളെ? അതിന് നമ്മൾ എന്ത് പേര് കൊടുക്കും? ജിംനോസ്പേംസ് എന്നാണ് നമ്മൾ തന്നെ വിളിക്കേണ്ടത്. alternation ഓഫ് ജനറേഷൻ. alternation ഓഫ് ജനറേഷൻ. അപ്പോ ഇതെന്താണ്? ജിംനോസ്പേം ആണ്. ജിംനോസ്പേമിന്റെ വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് alternation ഓഫ് ജനറേഷൻ. അത് alternation ഓഫ് ജനറേഷൻ വൈസ് ആയിട്ടാണ് അതിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നത്. ക്ലിയർ? റെഡി? എക്സാമ്പിൾസ് കാണാം. പൈനസ്, സൈക്കസ്,
സൈക്കസ്, സെഡ്രസ്, നീറ്റം ഒക്കെ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജിംനോസ്പെർമിന്റെ കേസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ജിംനോസ്പെർമിന്റെ കോൺസെപ്റ്റ് ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഇത് നിങ്ങൾ ചോദിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റില്ലേ? സിമ്പിൾ അല്ലേ? റെഡി. നിങ്ങൾക്ക് ഇതിന്റെ ഒരു പിക്ചേഴ്സ് കാണിച്ചു തരാം എക്സാമ്പിൾസിന്റെ ആയിട്ട്. നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും. നോക്ക്, നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഇത് കണ്ടോ? നീഡിൽ ലൈക്ക് ആയിട്ടുള്ള നീഡിൽ ലൈക്ക് ലീവ്സ് ആണ് ഇവിടെയൊക്കെ ഉണ്ടാവുക. പണ്ട് കാലത്ത് പറയും നമ്മുടെ ഈ മരത്തിന്റെ ഒക്കെ അടിയിൽ എന്താ പറയാ, സ്വർണ്ണമൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. കാരണം എന്താണോ? ഇത് ഇറ്റ് ടേക്സ് ഇയേഴ്സ്, ഇത് വളരാൻ ടൈം എടുക്കും. നിയർലി എന്താണ്, കുറെ വർഷങ്ങൾ എടുത്തിട്ടാണ് അത് ഉണ്ടാവുന്നത്, മരം ഉണ്ടാവുന്നത്. അപ്പൊ അതിന്റെ അടിയിൽ ഈ പൈനസിനും സൈക്കസിനും ഒക്കെ അടിയിൽ എന്തുണ്ടാവും? പണ്ട് കാലത്തുള്ള ആളുകൾ സ്വർണ്ണം എങ്ങനെ കുഴിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ കോൺസ്പിറൻസി ഒക്കെ ഇങ്ങനെ കേട്ടിട്ട് നമുക്ക് കേട്ടിട്ടുണ്ടാവാം. ഓക്കെ. പിന്നീട് ഇങ്ങനത്തെ സ്ട്രക്ചേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ജിങ്കോ ബൈലോബ് എന്ന് പറയുന്നത് ഒരു ലീവിങ് ഫോസിൽ എന്ന് പറയാം. നമുക്ക് ജിംനോസ്പെർമിന്റെ ഒരു ലിവിങ് ഫോസിലാണ്. ഓക്കെ, റെഡി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ക്ലിയർ അല്ലേ മക്കളെ? ഈ പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ ചുറ്റുപാടത്തിലൊക്കെ ഉണ്ട്, നിങ്ങളുടെ പറമ്പിൽ തന്നെ ഉണ്ടാവും ഇത്. ഓക്കെ, അപ്പോൾ ഇത് കാണാത്തവരെ ഒന്ന് പുറത്തിറങ്ങി നോക്കണം കേട്ടോ. സോ ജിംനോസ്പെർമിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഇട്ടില്ല മക്കളെ? റെഡി അല്ലേ ജിംനോസ്പെർമ്? സെറ്റ് അല്ലേ ജിംനോസ്പെർമ്? ഡൗട്ട് ഒന്നും ഉണ്ടാവില്ലല്ലോ? ഓക്കെ, നമുക്ക് ഇനി അടുത്തൊരു ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ കഴിഞ്ഞു മക്കളെ? ആൽഗെ കംപ്ലീറ്റ് ചെയ്തു. റെഡി. ബ്രയോഫൈറ്റ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ടെറിഡോഫൈറ്റ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ആൻഡ് ജിംനോസ്പെർമും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഹു ഈസ് ദ ഫിഫ്ത്ത് വൺ? അഞ്ചാമത്തെ ആൾ ആരാണ് മക്കളെ? അതെ, ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു എന്താ പറയാ ക്ലാസ്സിൽ, ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആരാണ്? ആൻജിയോസ്പെർം. ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? ആൻജിയോസ്പെർംസ് എന്ന് നമ്മൾ പറയുന്നത്. സിമ്പിൾ ആണ്. ആൻജിയോസ്പെർം നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. നമ്മൾ ലോവർ ക്ലാസ്സിലൊക്കെ ആൻജിയോസ്പെർമിന്റെ ഒരു ബേസ് ഒക്കെ പഠിച്ചതാണ്. ഫ്ലവേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആൻജിയോസ്പെർമിനെ കുറിച്ച് തുടങ്ങിയിട്ടേ ഉണ്ടാവും. അപ്പൊ ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് അടുത്ത സെഗ്മെന്റ് ആയിട്ട് ആൻജിയോസ്പെർംസിനെ കുറിച്ചാണ്. സോ ഇറ്റ്സ് റിഗാർഡ്ലി നോൺ ആസ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൻജിയോസ്പെർംസ് എന്ന് പറയുന്നത്. എല്ലാ ചെടികളും ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യില്ല. ഫ്ലവർ ഇസ് എ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ പ്ലാന്റ്. ഒരു പ്ലാന്റിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് മക്കളെ എന്ത്? ഫ്ലവർ. അപ്പോ ആൻജിയോസ്പെർമിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. എന്താണ്? ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നാണ് ആൻജിയോസ്പെർമിനെ നമ്മൾ വിളിക്കുന്നത്. ഇനി നമുക്ക് ആൻജിയോസ്പെർമിന്റെ ക്യാരക്ടേഴ്സ് ഒന്ന് നോക്കിയിട്ട് ഈ സെഗ്മെന്റ് അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം. റെഡി അല്ലേ മക്കളെ? സോ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ആൻജിയോസ്പെർംസ്. റെഡി. അങ്ങനെ ആൻജിയോസ്പെർം എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടുള്ള പോയിന്റ് ഒന്ന്, അവര് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. അത് ഇറ്റ് ക്യാൻ ബി ടോൾ ആവാം, ഷോർട്ട് ആവാം, അതിന്റെ സൈസ് പോലെ ഇരിക്കും. ഓക്കെ, അത് മേ ബി ഡിഫറെന്റ് ക്ലൈമറ്റിക് കണ്ടീഷൻസിൽ ഡെസേർട്ട് പ്ലാന്റ്സ് ഉണ്ടാവാം, ഇതിനൊക്കെ ഫ്ലവേഴ്സ് കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. റെഡി. സീഡ്സ് ആർ കവേർഡ് ബൈ ഫ്രൂട്ട്സ് ലീവ് ഇൻ വൈഡ് റേഞ്ച് ഓഫ് ഹാബിറ്റേറ്റ്സ്. അതായത് നമ്മുടെ സീഡ്സ് ആർ കവേർഡ് ബൈ ഫ്രൂട്ട്സ്. സീഡ്സ് ആർ കവേർഡ് ബൈ എന്താണ് മക്കളെ? ഫ്രൂട്ട്സ്. സീഡ്സ് ആർ കവേർഡ് ബൈ ഫ്രൂട്ട്സ്. ക്ലിയർ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും കോക്കനട്ട് എന്താണ്? ഒരു ജിംനോസ്പെർമാണോ ആൻജിയോസ്പെർമാണോ? പറ. എന്താണ്? ആൻജിയോസ്പെർം തന്നെയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുമ്പോൾ അതിന് ഫ്ലവേഴ്സ് ഉണ്ട്. നമുക്ക് എന്താ പറയുക, കോക്കനട്ടിലേക്ക് ഫ്ലവേഴ്സ് ഉണ്ട്. അതിന്റെ സ്റ്റേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ഇനി തെങ്ങിലേക്ക് ആരെങ്കിലും കയറാൻ വരുമ്പോൾ നിങ്ങൾ അവർ പൂങ്കുല ആയിട്ട് ഇങ്ങനെ താഴേക്ക് ഇടയ്ക്ക് തേങ്ങേൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അതിന്റെ സിമിലർ ഫ്ലവറിംഗ് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ഹാർഡ് ഇരിക്കുന്നതല്ലോ. അപ്പോൾ ആൻഡ് ഓൾസോ ദേ വിൽ ബി ഹാവിംഗ് ഫ്രൂട്ട്. നമ്മുടെ എൻഡോസ്പെർം ഫ്രൂട്ട് ഉണ്ട് അതിന്. ഓക്കെ, സോ എന്താ പറയാ, സീഡ്സ് ആർ കവേർഡ് ബൈ എന്താണ് മക്കളെ? ഫ്രൂട്ട്സ്. മാംഗോന്റെ കേസ് ആലോചിച്ചാൽ മതി. മാംഗോന്റെ എങ്ങനെയാ ചുറ്റുപാടത്തിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ടല്ലേ ഉള്ളത്, അകത്താണ് സീഡ് ഉള്ളത്. ക്ലിയർ? സിമ്പിൾ. ആൻഡ് ലീവ് ഇൻ വൈഡ് റേഞ്ച് ഓഫ് ഹാബിറ്റേറ്റ്സ്. എങ്ങനെ വൈഡ് റേഞ്ച് ഓഫ് ഹാബിറ്റേറ്റ്സ് ഉദ്ദേശിക്കുന്നത്? റേഞ്ച് ഓഫ് ഹാബിറ്റേറ്റ്സ് ഉണ്ട്. ഇറ്റ് ക്യാൻ ബി എന്താണ്? ടെറസ്ട്രിയൽ ഉണ്ടാവാം, അത് ടെറസ്ട്രിയൽ ആവാം. ഇവിടെ സീറോഫൈറ്റിക് അഡാപ്റ്റേഷൻ ഉള്ളതാവാം, സീറോഫൈറ്റിക് ആവാം,
അങ്ങനെയുള്ള എന്താ പറയുക ഹാലോഫൈറ്റിക് ആവാം, സീറോഫൈറ്റിക് ആവാം. ഈ അഡാപ്റ്റേഷൻ ഒക്കെ പ്രോസസ് ചെയ്യുന്ന പ്ലാന്റ്സ് ഉണ്ട് ആൻജിയോസ്പെർമിൽ മക്കളെ. സോ ഈ തരത്തിലുള്ള പ്ലാന്റ്സ് ഒക്കെ എന്തിലും കൂടി ഉണ്ടാവും? ആൻജിയോസ്പെർംസിൽ ഉണ്ടാവുന്നുണ്ട്. റെഡി അല്ലേ? സോ സീഡ്സ് ആർ കവേർഡ് ഒക്കെ നമ്മൾ പറഞ്ഞു. ലീവ് ഇൻ വൈഡ് റേഞ്ച് ഓഫ് ഹാബിറ്റേറ്റ്സ്. ക്ലിയർ? Now size varies from tiny microscopic, അതായത് smallest flower bearing plant ഏതാണ് മക്കളെ? പറ, എന്താണ്? വോൾഫിയ. ഇത് എക്സാമിന് ചോദിക്കും. വോൾഫിയ ആണ് സ്മോളസ്റ്റ് ആയിട്ടുള്ള ഫ്ലവർ ബിയറിംഗ് ആൻജിയോസ്പോർ. സോ മൈക്രോസ്പോറിക് ആയിട്ടുള്ള വോൾഫിയ ടു ടോൾ യുക്കാലിപ്സ് ആണ് ടോളസ്റ്റ് എന്ന് പറയാം. യൂക്കാലിപ്റ്റസ് ടോൾ ആയിട്ടുള്ള ജിംനോസ്പെർം ആണ് യൂക്കാലിപ്റ്റസ്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ഇത്രയും കോൺസെപ്റ്റ്സ് ഓക്കെ അല്ലേ? റെഡി അല്ലേ? സിമ്പിൾ അല്ലേ കോൺസെപ്റ്റ്? ഇതാണ് നമ്മുടെ ആൻജിയോസ്പെർം നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചോ, നിങ്ങൾ പഠിക്കുമ്പോൾ ആൽഗയിൽ ഇത്ര കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ ബ്രയോഫൈറ്റിൽ എത്തുമ്പോൾ കുറച്ചും കൂടി ആൽഗേനേക്കാൾ കുറച്ചും കൂടി കോംപ്ലക്സ് ആയി. അപ്പൊ ടെറിഡോഫൈറ്റ് ഇത്രയും കൂടി കോംപ്ലക്സ് ആയി. ജിംനോസ്പെർം എത്തുമ്പോൾ അത്യാവശ്യം കോംപ്ലക്സ് ആയി, ഒരു പ്ലാന്റ് ആയി എത്തി, ഒരു പ്ലാന്റ് ആയിട്ട് മാറി. മറ്റേതൊക്കെ ലൈക്ക് ഫ്ലവർ, ലൈക്ക് ഒരു കണ്ടീഷൻ ആണ്, ലൈക്ക് റൂട്ട് ലൈക്ക് സ്ട്രക്ചർ, ലീഫ് ലൈക്ക് സ്ട്രക്ചർ അങ്ങനെയായിരുന്നു. പക്ഷെ ജിംനോസ്പെർമിൽ എത്തുമ്പോൾ അത് ക്ലിയർ ആയിട്ട് സ്റ്റെം, റൂട്ട്, ലീഫ് അങ്ങനെ തന്നെ ആയിട്ട് വന്നു. പക്ഷെ അവിടെ എന്തുണ്ട്? ഫ്ലവർ മാത്രമേ ഇല്ല, നേക്കഡ് സീഡ്സ് മാത്രമേ ജിംനോസ്പെർമിനുള്ളൂ. പക്ഷെയോ ആൻജിയോസ്പെർമിൽ എത്തി വെക്കുമ്പോൾ ഇതിലൊക്കെ ഉണ്ട്. ഫ്ലവർ ഉണ്ട്, സ്റ്റെം ഉണ്ട്, ലീഫ് ഉണ്ട്, റൂട്ട് ഉണ്ട്, ഒക്കെ സെറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ഇരിക്കണം. സോ എന്താ പറയാ, ഒരു മാസീവ് പ്ലാന്റ് കിങ്ഡത്തിൽ ഒരു മാസീവ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ പ്ലാന്റ് എന്ന രീതിയിൽ നമ്മൾ പറയുമ്പോൾ എന്താ പറയാ നമ്മള്? ഇറ്റ്സ് ആൻ ആൻജിയോസ്പെർം ആൻഡ് ഇറ്റ്സ് ഹാവിംഗ് എ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആസ് ഫ്ലവർ. ഫ്ലവർ ആണ് ഇതിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്ടും. ക്ലിയർ അല്ലേ മക്കളെ? റെഡി? പ്രൊവൈഡ് ഫുഡ്, ഫോർഡർ, ഫ്യൂവൽ ആൻഡ് മെഡിസിൻ. അത് നമുക്ക് ഫുഡ്, ഫോർഡർ, മെഡിസിൻ ഒക്കെ എക്കണോമിക്കലി ഇമ്പോർട്ടന്റുമാണ്. എക്കണോമിക് ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഇറ്റ്സ് പ്രൊവൈഡിങ് എന്താണ്? ഫുഡ് പ്രൊവൈഡ് ചെയ്യും, ഫുഡ്, ഫോർഡർ, മെഡിസിൻ, ഫ്യൂവൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മക്കളെ? ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? മെയിൻ ആയിട്ട് നമ്മുടെ ആൻജിയോസ്പെർം പ്രൊവൈഡ് ചെയ്യുന്നത്. ദർ ആർ 2 ക്ലാസ്സസ്. അതിന് 2 ക്ലാസ്സസ് ഉണ്ട്. സീഡ്സിനെ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് 2 ക്ലാസ് ആയിട്ടുണ്ട്, നമുക്ക് ഡിവൈഡ് ചെയ്യാം. എന്താണ്? മോണോകോട്സും ഡൈകോട്സും, അഥവാ മോണോകോട്ലിഡൻസും ഡൈകോട്ലിഡൻസും. മോണോകോട്ലിഡൻസും ഉണ്ട്, ഡൈകോട്ലിഡൻസും ഉണ്ട്. സോ യു ക്യാൻ സീ ഹിയർ ഡൈകോട്ലിഡൻസും ഉണ്ട്, മോണോകോട്ലിഡൻസും ഉണ്ട്. മോണോ എന്ന് പറയുമ്പോൾ സിംഗിൾ സീഡഡ് ആയിരിക്കും. നമ്മള് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാം, ചെറുപയറോ അല്ലെങ്കിൽ കടലോ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിന്റെ തൊലി ഊരിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് 2 കഷ്ണം പോലെ ഇങ്ങനെ കാണാം അല്ലെ, 2 പീസായിട്ട് ഇങ്ങനെ കാണാം. അതെന്താണ്? ഡൈക്കോട്ട് ആയിട്ടാണ്. ചിലത് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റ സിംഗിൾ ആയിട്ട് മാത്രം നമുക്കൊരു പരിപ്പ് പോലെ ഉണ്ടാവുള്ളൂ, സിംഗിൾ ആയിട്ടുള്ള. അതാണ് മോണോകോട്ട്. ഓക്കെ, ഇത് ഡബിൾ ആണ്. ഡബിൾ. റെഡി? മെയിൽ സെക്സ് ഓർഗൻ ഈസ് സ്റ്റേമൻ ആൻഡ് ഫീമെയിൽ എന്ന് പറയുന്നത് പിസ്റ്റിൽ ആണ്. സ്റ്റേമനും പിസ്റ്റിലിന്റെ കേസാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇത് കേസ് ഓഫ് എന്താണ്? ഒരു ഫ്ലവറിനെ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഒവ്യൂൾ, പിസ്റ്റിൽ റീജിയൻ ഇവിടെ ഉണ്ടാവും. ആൻഡ് ഓൾസോ വിൽ ബി ഹാവിംഗ് എ ഫിലമെന്റസ് റീജിയൻ ഉണ്ടാവും. ഇവിടെ സ്റ്റേമൻസ് മേ ബി ചില ഫ്ലവറിലെ സ്റ്റേമൻസ് ഇവിടെ ഇങ്ങനെ ഉണ്ടാവാം. സോ നമുക്ക് അത് ആ രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്ത് പറയണം. സോ എന്താണ്? ഫ്ലവർ ആണ് ആരുടെ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എന്താണ്? ഒരു പ്ലാന്റിന്റെ, പ്രത്യേകിച്ച് ആൻജിയോസ്പെർമിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്താണ് മക്കളെ? ഫ്ലവർ ആണ്. അപ്പൊ ഫ്ലവർ ആയതുകൊണ്ട് തന്നെ ഫ്ലവറിന്റെ പാർട്ടില് നമുക്ക് പറയാനുണ്ട്, ഫ്ലവറിന്റെ കേസിലാണെങ്കിൽ അതിന്റെ പാർട്ടിൽ നമുക്ക് പറയാനുണ്ട് മെയിൽ പാർട്ടിനെ നമ്മൾ എന്ത് പറയും മക്കളെ? സ്റ്റേമൻസ് എന്ന് പറയുകയും ചെയ്യും. ഫീമെയിലിനെ നമ്മൾ പിസ്റ്റിൽ എന്ന് നമ്മൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് മോർഫോളജിയിലും അനാട്ടമിയിലും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അത് പഠിക്കാനുണ്ട്. നമ്മൾ ആ ഡീറ്റെയിലേക്ക് ഇവിടെ പോകുന്നില്ല. പക്ഷെ ഈ അടുത്ത ചാപ്റ്ററിൽ തന്നെ നമുക്ക് മോർഫോളജി സാറ് തന്നെ എടുക്കുമ്പോൾ സാറ് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഏതൊക്കെയാണ് ഗൈനീഷ്യം, ആൻഡ്രീഷ്യം, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യും. പേടിക്കണ്ട കേട്ടോ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വെക്കുക കേട്ടോ. ആൻജിയോസ്പെർമിന്റെ കേസിലാണെങ്കിൽ മെയിൽ സെക്സ് ഈസ് കോൾഡ് എന്താണ്? സെക്സ് ഓർഗൻ is called stamen and female sex organ is called what? Pistil.
ക്ലിയർ അല്ലേ മക്കളെ? റെഡി അല്ലേ? കോൺസെപ്റ്റ് സിമ്പിൾ അല്ലേ? ഓക്കെ. ഇനി നോക്ക്, ഒവ്യൂൾസ് ഹാവ്, ശ്രദ്ധിക്കണം, ഒവ്യൂൾസ് ഹാവ് എംബ്രിയോ സാക്. ഒവ്യൂൾസിന്റെ കേസ് പറയുകയാണെങ്കിൽ മക്കളെ, ഒവ്യൂൾസിന്റെ കേസ് പറയുകയാണെങ്കിൽ എംബ്രിയോ സാക്, എംബ്രിയോ സാക് ഇറ്റ് അണ്ടർഗോസ് എന്താണ്? മിയോസിസ് നടന്നിട്ട് എന്തായിട്ട് ഫോം ചെയ്യുന്നുണ്ട്? മിയോസിസ് നടന്നിട്ട്, ശ്രദ്ധിച്ചോ, മിയോസിസ് നടന്നിട്ട് 1 egg and 2 synergids. ഒരു എഗ്, 1 egg പ്ലസ് എന്താണ്? 2 synergids ഫോം ചെയ്യുന്നുണ്ട്. റെഡി. 3 antipodal cells ഉണ്ടാവുന്നുണ്ട് and 2 polar nuclei ഉണ്ട്. ഓക്കെ അല്ലേ? ഇതെങ്ങനെ നമുക്ക് വരയ്ക്കാം, നമുക്ക് ശ്രദ്ധിക്കാം. റെഡി? ഇത് വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോ ജസ്റ്റ് കാണിച്ചു തരാം. നല്ല ചിത്രകാരനാ, അതുകൊണ്ട് നല്ല വരയായിരിക്കും കേട്ടോ. ഓക്കെ, റെഡി. ഇതാണ് അതിന്റെ പെഡിങ്കിൾ റീജിയൻ. റെഡി. ഓക്കെ, ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. റെഡി? ഇവിടെ ഇതാ നമ്മൾ എന്താ ഇവിടെ പറഞ്ഞത്? എംബ്രിയോസിസ് നടന്നിട്ട് മിയോസിസ്, എംബ്രിയോ ആയിട്ട് ഫോം ചെയ്തപ്പോൾ എംബ്രിയോ സാക്കില് ഇറ്റ് അണ്ടർഗോസ് മിയോസിസ് എന്ന് പറഞ്ഞല്ലോ. അതിന്റെ റിസൾട്ടന്റ് ആയിട്ട് എന്താണ് egg apparatus ഫോം ചെയ്യുന്നുണ്ട് വിത്ത് 1 egg and 2 synergids. ഒരു എഗ്ഗും 2 സൈനർജിഡ്സുമായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, റെഡി? പിന്നെ നമുക്ക് ആന്റിപോഡൽ സെൽസ് ഉണ്ട്. ആൻഡ് ഇതാ 3 ആന്റിപോഡൽ സെൽസ്, നമുക്കിവിടെ 3 ആന്റിപോഡൽ സെൽസ് നമ്മൾ വരച്ചു. ആൻഡ് ഇവിടെ 2 പോളാർ ന്യൂക്ലിയൈ. ഈ പോളാർ ന്യൂക്ലിയൈ ഇവിടെ ഉണ്ടാവും, 2 പോളാർ ന്യൂക്ലിയൈ എന്ന് പറയാം. ഇവിടെ 2 പോളാർ ന്യൂക്ലിയൈ ഉണ്ടാവും. ഇങ്ങനെ 2 ഡോട്ട് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. 2 പോളാർ ന്യൂക്ലിയൈ ഉണ്ടാവും. അപ്പൊ നമുക്കിവിടെ പോളാർ ന്യൂക്ലിയൈ ഉണ്ട്, സൈനർജിഡ്സ്, ആന്റിപോഡൽ. അത് നിങ്ങൾക്ക് മാറി മാറി ചെയ്യാൻ ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ആൻഡ് ദിസ് ഇസ് എ മൈക്രോഫൈൽ റീജിയൻ. മൈക്രോഫൈൽ റീജിയൻ ആണ് ചലാസാർ റീജിയൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്തിന്റെ കേസിൽ, ഒവ്യൂളിന്റെ കേസിൽ നിങ്ങൾ പഠിക്കാനുള്ളത്. ഇതാണ് അതിന്റെ ഒവ്യൂൾ. കണ്ടോ? ഈ സ്ട്രക്ചർ ആണ് ഇതിന്റെ ഒവ്യൂൾ. ഇത് ഔട്ടർ പാർട്ട്. ഓക്കെ, ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങളുടെ എക്സാമിന് ചോദിക്കും, നിങ്ങൾക്ക് വരയ്ക്കാനുണ്ടാവും ഇടയ്ക്ക് എക്സാമിന്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ മക്കളെ? റെഡി അല്ലേ? സിമ്പിൾ ആണ്, കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സോ ഒവ്യൂൾസ് ഹാവ് എംബ്രിയോ സാക്. റെഡി? എംബ്രിയോ സാക് ഉണ്ട്. ഇറ്റ് അണ്ടർഗോസ് മിയോസിസ് ആൻഡ് ഫോം എന്താണ് മക്കളെ? 1 egg cell പ്ലസ് എന്താണ്? സൈനർജിഡ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ 3 ആന്റിപോഡൽ സെല്ലും പോളാർ ന്യൂക്ലിയയും. ഇവിടെ കണ്ടോ? ഒരു എഗ് സെല്ലും ഉണ്ട്, എഗ് സെല്ലും ഉണ്ട്, സൈനർജിഡ്സും ആൻഡ് ആന്റിപോഡൽ സെൽസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കണ്ടോ, ആൻജിയോസ്പേമിന്റെ കേസിലാണെങ്കിൽ ഡൈക്കോട്ടിലിഡൻ, മോണോകോട്ടിലിഡൻ. അവിടെ കേസ് നിങ്ങൾ കണ്ടോ? ജസ്റ്റ് പ്ലാന്റ്സ് ജസ്റ്റ് നോക്കാം. ഡൈക്കോട്ട് പ്ലാന്റിന്റെ കേസിൽ പ്രാചിക മെമ്പേഴ്സ് ഉണ്ട്, കുറെ പ്ലാന്റ്സ് ഉണ്ട്. ഈ വെസ്റ്റ് ബംഗാൾ ഗ്രാമം, അതിന്റെ കടല, അങ്ങനത്തെ പ്ലാന്റ്സിന്റെ ഒക്കെ എന്താണ് ഡൈക്കോട്ടിലിൻ ആയിട്ടുണ്ട്. മാംഗോ ഒക്കെ എന്തിലാണ്? നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തിലായിരിക്കും വരിക? കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം കേട്ടോ. അപ്പം മോണോകോട്ടും ഡൈക്കോട്ടും ഇതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിട്ടിരിക്കുന്നത്.
ഓക്കെ, നമുക്ക് എന്തായാലും അത് മോർഫോളജിയിൽ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, പേടിക്കേണ്ടത്. നിങ്ങൾ സീഡിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഔട്ട്പുട്ട് തരും. അപ്പോൾ ഡൈക്കോട്ടിലിഡൻ ഉണ്ട്, മോണോകോട്ടിലിഡൻ ഉണ്ട്. എന്തിന്റെ ബേസിലാണ്? ആൻജിയോസ്പെർമിന്റെ ബേസിലാണ് ആ സീഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ നടന്നത്. ക്ലിയർ? റെഡി? ഇത് നോക്കൂ മക്കളെ, ജസ്റ്റ് ഈ പോളാർ ന്യൂക്ലിയൈ ഫ്യൂസസ് ടു ഫോം സെക്കൻഡറി പോളാർ ന്യൂക്ലിയസ്. നമ്മുടെ പോളാർ ന്യൂക്ലിയൈ, നമ്മുടെ സെന്ററിൽ ഉണ്ടാകുന്ന പോളാർ ന്യൂക്ലിയൈ അല്ലേ മക്കളെ, ഇങ്ങനെ നമ്മൾ വരച്ച ഓർമ്മയില്ലേ? തൊട്ടും നമ്മൾ വരച്ചില്ലേ? ഈ പോളാർ ന്യൂക്ലിയൈ ഫ്യൂസസ് ടു ഫോം സെക്കൻഡറി പോളാർ ന്യൂക്ലിയൈ. അതായത് നമ്മുടെ ഈ പോളാർ ന്യൂക്ലിയയിലെ ഈ പോളാർ ന്യൂക്ലിയൈ ഫ്യൂസ് ചെയ്യുന്നുണ്ട്. ന്യൂക്ലിയൈ എന്താണ്? ഫ്യൂസ് ടു ഫോം സെക്കൻഡറി ന്യൂക്ലിയൈ. സെക്കൻഡറി ന്യൂക്ലിയൈ പോളാർ ന്യൂക്ലിയസ് ആയിട്ട് അത് ഫോം ചെയ്യുന്നുണ്ട്. റെഡി? എടുത്ത് വെച്ചോ. പോളൻ ഡിസ്പേഴ്സൽ ബൈ പോളിനേഷൻ. പോളൻ ഡിസ്പേഴ്സൽ ബൈ പോളിനേഷൻ. പോളിനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? പോളൻ ഗ്രെയിൻസ് സ്റ്റാമൻസ് എവിടെ നിന്ന് നോക്ക്. Pollen tubes grow to stigma and style and pistil. One male fuses with the egg and form zygote. എന്താണ് ആദ്യം പോളിനേഷൻ നമുക്ക് നോക്കാം. പോളിനേഷൻ നടക്കുമ്പോൾ എന്താണ് നമ്മുടെ പോളൻ ഗ്രെയിൻസ് നേരെ എന്താണ് നേരെ എവിടത്തേക്ക് എത്തുന്നുണ്ട്? ഓവറിയിലേക്ക് എത്തുന്നുണ്ട് അല്ലെ? അവിടെയാണ് പോളിനേഷൻ നമ്മൾ നടക്കുക, ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഓക്കെ, അതായത് മൂവ്മെന്റ് ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം എവിടെ നിന്നാണ്? സ്റ്റാമനിന്ന് സ്റ്റിഗ്മയിലേക്ക് പോകുന്നല്ലേ? അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ വെക്കുക കേട്ടോ. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ശ്രദ്ധിക്കുക, പോളിനേഷൻ നടക്കുന്നു. ആ ടൈമിൽ പോളൻ ഡിസ്പേഴ്സ് ബൈ പോളിനേഷൻ. ഇവിടെ ശ്രദ്ധിച്ചോ, പോളൻ ട്യൂബ് ഗ്രോസ് ഇൻടു സ്റ്റിഗ്മ ആൻഡ് സ്റ്റൈൽ ഓഫ് പിസ്റ്റൽ. നമ്മുടെ പിസ്റ്റലിലേക്ക് നേരെ മൂവ്മെന്റ് ചെയ്യുന്നു. അത് പോളൻ ഗ്രെയിൻസ് പിസ്റ്റലിലേക്ക് വരുന്നല്ലോ. അപ്പോൾ ആ ടൈമിൽ എന്താ സംഭവിക്കുക? വൺ മെയിൽ ഗാമേറ്റ് ഫ്യൂസസ് വിത്ത് എഗ്. അതായത് ഒരു മെയിൽ ഗാമേറ്റ്, സിമ്പിൾ പോളൻ ഗ്രെയിൻസിലുള്ള ഒരു മെയിൽ ഗാമേറ്റ് ഫ്യൂസസ് വിത്ത് എന്താണ്? ഒരു മെയിൽ ഗാമേറ്റ് ഫ്യൂസസ് വിത്ത് എഗ്. ഒരു മെയിൽ ഗാമേറ്റ് എന്താണ്? ഈ മെയിൽ ഗാമേറ്റ് ഇങ്ങനെ വന്ന് ഫ്യൂസ് വിത്ത് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നുണ്ട്. റെഡി? അത് അവിടെ വെക്കുക. ആൻഡ് ഫോം സൈഗോട്ട്. സിമ്പിൾ ആയിട്ട് അവിടെ സൈഗോട്ട് ആയിട്ട് ഫോം ചെയ്തു. ക്ലിയർ? അത് ക്ലിയർ ആണ്. അതർ മെയിൽ ഗാമേറ്റ് ഫ്യൂസസ് വിത്ത് എന്താണ് മക്കളെ? വേറൊരു മെയിൽ ഗാമേറ്റ് നേരെ വന്ന് എന്താണ്? നമ്മളെ സെക്കൻഡറി ന്യൂക്ലിയുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. സെക്കൻഡറി ന്യൂക്ലിയമായിട്ട് വീണ്ടും ഒരു മെയിൽ വന്ന് ഫ്യൂസ് ചെയ്താൽ അവിടെ എന്താ നടക്കുക നോക്ക്? ഫ്യൂസസ് വിത്ത് ദ സെക്കൻഡറി പോളാർ ന്യൂക്ലിയസ് ടു ഫോം എന്താണ് മക്കളെ? പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നുണ്ട്. അത് നമ്മൾ എന്താ വിളിക്കുക? ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്നല്ലേ വിളിക്കുക. അപ്പോ ഡബിൾ ഫെർട്ടിലൈസേഷന്റെ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അതായത് സെക്കൻഡറി പോളാർ ന്യൂക്ലിയസ് ടു ഫോം എന്താണ് മക്കളെ? ശ്രദ്ധിച്ചോ, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. അതിന് നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചു? PEN, ഹാവിങ് 3N. റെഡി? അപ്പോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ക്ലിയർ അല്ലേ? സിമ്പിൾ ആണ്, ഒന്നുമില്ല. പോളൻ ഡിസ്പേഴ്സൽ നടന്ന് പോളിനേഷൻ നടക്കുമ്പോൾ നോക്ക്, ആന്തർ ടു ആ രീതിയിൽ നമ്മൾ പറഞ്ഞു. Pollen tube grows into stigma and style of pistil. Ready? One male gamete fuses with egg. ഒരു മെയിൽ ഗാമേറ്റ് എന്താണ്? എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. ആൻഡ് ഫോം സൈഗോട്ട്. സൈഗോട്ട് ആയിട്ട് ഫോം ചെയ്യുന്നു. ആൻഡ് അതർ മെയിൽ ഗാമേറ്റ് ഫ്യൂസസ് വിത്ത് സെക്കൻഡറി ന്യൂക്ലിയൈറ്റ്, പോളാർ ന്യൂക്ലിയൈറ്റ് ഫ്യൂസ് ചെയ്തപ്പോൾ എന്ത് പറ്റി? അവിടെ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് PEN ആയിട്ട് അവിടെ ഫോം ചെയ്യുന്നു. ക്ലിയർ അല്ലേ മക്കളെ? ഇതാണ് നമ്മുടെ ഈ ഒരു പ്രോസസ്സ്. Ready? And due to fusion it is called double fertilization. സാറ് പറഞ്ഞ പോലെ എന്താണത്? ഡബിൾ ഫെർട്ടിലൈസേഷൻ ആണ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ. ക്ലിയർ? റെഡി? ഇനി അപ്പോ സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറുന്നുണ്ട്. PEN, എൻഡോസ്പേം ആൻഡ് നെറിഷ്യസ് എംബ്രിയോ. ഓക്കെ, then സൈനർജിഡ്സ് ആൻഡ് ആന്റിപോഡൽ സെൽഡ് എന്താവും? അത് ഡീജനറേറ്റ് ചെയ്ത് പോവും. ഓവ്യൂൾസ് പിന്നീട് സീഡ്സ് ആയിട്ട് മാറും. ഓവറി പിന്നീട് ഫ്രൂട്ട് ആയിട്ട് മാറും. ഇതാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ പാട് ഉണ്ടാവുന്ന പ്രോസസ്സ്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ഇത്രയും കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ എന്തിന്റെ കേസിൽ പഠിക്കുന്നത്? ആൻജിയോസ്പേമിന്റെ ഫോർമേഷൻ നമ്മൾ പഠിച്ചത്. ക്ലിയർ? അപ്പോൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിച്ചോ, എന്തൊക്കെയായിരുന്നു? സൈഗോട്ട് നേരെ എംബ്രിയോ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി PE എന്ന് പറഞ്ഞ എൻഡോസ്പേം, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് അല്ലെ? പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്തായിട്ട് മാറി മക്കളെ? അത് എൻഡോസ്പേം ആയിട്ട് മാറിയിട്ട് നെറിഷ്യസ്
ടു ഫോം an embryo, gaseous ആയിട്ട് ഒരു embryo ആയിട്ട് ഫോം ചെയ്തു. ഇനി സൈനർജിഡ്സും ആന്റിപോഡൽ സെൽസും പിന്നീട് അത് ഡീജനറേറ്റ് ചെയ്ത് പോയി. എന്നിട്ടോ ഓവ്യൂൾസ് സീഡായിട്ട് മാറി, ഓവറി ഫ്രൂട്ടും ആയിട്ടും മാറി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആൻജിയോസ്പെർമിന്റെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോ ആൻജിയോസ്പെർമിന്റെ കേസ് നമ്മൾ കംപ്ലീറ്റ്ലി പഠിച്ചു കഴിഞ്ഞു അല്ലെ മക്കളെ? ആൻജിയോസ്പെർമിന്റെ കേസ് നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്തും പറയാം. ഫ്ലവറിൽ വരുന്ന എന്തോ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഹിബിസ്കസ് പറയാം, റോസ് പറയാം, എന്തും നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പ്ലാന്റ്സിൽ പറയാൻ പറ്റും. ഇത്രയാണ്, സിമ്പിൾ ആണ് കോൺസെപ്റ്റ്. റെഡി അല്ലേ മക്കളെ? കോൺസെപ്റ്റ് സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെയൊക്കെ പഠിച്ചത്? ആൽഗെ പഠിച്ചു, നമ്മൾ ബ്രയോഫൈറ്റ് പഠിച്ചു, ടെറിഡോഫൈറ്റ് പഠിച്ചു, പിന്നീട് ജിംനോസ്പെർമും ആൻജിയോസ്പെർമും നമ്മൾ പഠിച്ചു. സോ വി ഹാവ് കംപ്ലീറ്റ്ലി ഡിസ്കസ്ഡ് അബൌട്ട് അവർ പ്ലാന്റ് കിങ്ഡം. പ്ലാന്റ് കിങ്ഡത്തെ നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. റെഡി അല്ലേ? ഇനി നമുക്ക് അടുത്തായിട്ട് മോർഫോളജിയിലേക്ക് പോകണം. അപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഇത് നന്നായി നിങ്ങൾ പഠിച്ചു വെക്കുക, നോട്ട് ഡൗൺ ചെയ്യുക പോയിന്റ്സ് ഒക്കെ. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? Okay, so let's meet in the next session. Thank you.